നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കണമോ എന്ന ചിന്തയിലാണ് CPM. സോളാർ സമര വിഷയം അടഞ്ഞ അധ്യായമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുമ്പോൾ ഉയരുന്നത് ഇൻക്വിലാബിലെ താത്വിക ചിന്തയാണ്. കണ്ണൂർ നായനാർ അക്കാദമിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കവേ ഗോവിന്ദൻ പറഞ്ഞത് ചില വസ്തുതകളാണ്. ഒടുവിൽ CPMഉം ചിലത് തിരിച്ചറിയുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. സോളാർ സമരം ഒത്തുതീർപ്പ് വിവാദത്തിലാണ് മാധ്യമങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചിരിക്കുന്നത്. അതിനൊപ്പം പോകാൻ ഞങ്ങളില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയത് സമര വിഷയം. എല്ലാ മുദ്രാവാക്യങ്ങളും ഒരു സമരത്തിൽ വിജയിക്കാറില്ല. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന് എത്ര കാലമായി വിളിക്കുന്നു, എന്നിട്ട് വിപ്ലവം വിജയിച്ചോ എന്നും MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേരളത്തിൽ LDF ഭൂരിപക്ഷം സീറ്റിലും വിജയിക്കും. BJPക്ക് ഒരു സീറ്റിൽ പോലും വിജയിക്കാനാകില്ല. പാനൂരിൽ ബോംബ് നിർമ്മാണത്തിൽ മരിച്ചവർക്കായി നിർമ്മിച്ച രക്തസാക്ഷി സ്മാരക മന്ദിരം ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയോട് ചോദിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സോളാർ സമര ഒത്തുതീർപ്പ് വിവാദത്തിൽ ആദ്യമായാണ് CPMലെ മുതിർന്ന നേതാവ് പ്രതികരിക്കുന്നത്. സോളാർ സമരം ഒത്തുതീർപ്പ് വിവാദത്തിൽ LDF UDF നേതൃത്വങ്ങൾ മൗനം പാലിച്ചിരുന്നു. ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലും ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണവും പുറത്തു വന്നിട്ടും പരസ്യ പ്രതികരണത്തിന് നേതാക്കൾ തയ്യാറായിരുന്നില്ല. നേതാക്കൾ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ വിഷയം സജീവ ചർച്ചയായിരുന്നു. LDFന്റെ സോളാർ വിഷയത്തിലെ സെക്രട്ടേറിയറ്റ് വളയിൽ സമരം തീർത്തത് ഒരു ഫോൺ കോൾ വഴിയെന്നും സമരം തീർക്കാൻ ഇടപെട്ടത് രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് ആണെന്നായിരുന്നു മലയാള മനോരമ തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ. നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ജോൺ ബ്രിട്ടാസിന്റെ ഇടപെടലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ജോൺ ബ്രിട്ടാസ് വിളിച്ച് ഉമ്മൻചാണ്ടിയോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നാണ് ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തിയത്. സമരം അവസാനിപ്പിക്കേണ്ടേ എന്നായിരുന്നു ബ്രിട്ടാസിന്റെ ചോദ്യം. നേരത്തെ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞാൽ മതിയെന്നായിരുന്നു ആവശ്യമെന്നും ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തി. മലയാളം വാരികയിൽ പ്രസിദ്ധീകരിക്കുന്ന സോളാർ സത്യത്തെ മറച്ച സൂര്യാഗ്രഹണം എന്ന ലേഖന പരമ്പരയുടെ 3ാം ഭാഗത്താണ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ. സോളാറിന്റെ കരുതലോടെ മാത്രം CPM പ്രതികരണമെന്ന് വ്യക്തമാക്കുന്നതാണ് ഗോവിന്ദന്റെ പ്രതികരണം. സോളാർ വിഷയത്തിലെ LDFന്റെ സെക്രട്ടേറിയറ്റ് വളയിൽ സമരം CPM മുൻകൈയെടുത്ത് ഒത്തുതീർപ്പാക്കിയെന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ തള്ളി ജോൺ ബ്രിട്ടാസ് എത്തിയെങ്കിലും വിവാദം നാണക്കേടുണ്ടാക്കിയെന്ന വിലയിരുത്തൽ CPM എത്തിയിരുന്നു. ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ ഭാവനയുടെ ഭാഗമാണെന്ന് ബ്രിട്ടാസ് വിമർശിച്ചെങ്കിലും ചർച്ച നടന്നുവെന്ന് സ്ഥിരീകരിക്കേണ്ടി വന്നു. ഇത്തരത്തിലൊരു ചർച്ച ഇതുവരെ CPM പരസ്യമായി പറഞ്ഞിരുന്നില്ല. സമരം കണ്ട് സർക്കാർ ഭയന്നുവെന്ന തരത്തിലായിരുന്നു CPM പ്രചാരണം. ഇതുകൊണ്ടാണ് താത്വികമായി വിഷയത്തെ ഗോവിന്ദൻ സമീപിക്കുന്നത്. ജോൺ മുണ്ടക്കയം ഉയർത്തിയ വിവാദം ഏതാണ്ട് കെട്ടടങ്ങി. കോൺഗ്രസും ഏറ്റുപിടിച്ചില്ല. ഉമ്മൻചാണ്ടി സർക്കാരിനെ വൻ വിവാദത്തിലാക്കിയ കാലത്തെ സോളാർ സമരം തീർപ്പാക്കിയത് ഒത്തുതീർപ്പ് ഫോർമുല എന്നായിരുന്നു ജോൺ മുണ്ടക്കയത്തിന്റെ സമകാലിക മലയാളം വാരികയിൽ എഴുതിയ ലേഖനത്തിൽ വെളിപ്പെടുത്തിയത്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ മതിയെന്ന CPM ഫോർമുലയാണ് അന്നത്തെ സമരം അവസാനിപ്പിച്ചതെന്ന് സമകാലിക മലയാളം വാരികയിലെ ലേഖനത്തിൽ പറഞ്ഞിരുന്നു.